ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. ഈവനിങ് വ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഷോപ്പിംഗ് വ്ലോഗാണ്. അപ്പോൾ ഇതേ നമ്മൾ കല്യാണിലെത്തി. നമ്മുടെ തൃശ്ശൂർ പാലസ് റൗണ്ടിലുള്ള കല്യാണിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ചെറിയ പർച്ചേസ് ആയിട്ടാണ്. അപ്പോൾ ഇതേ നമ്മൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരുപാട് ടയേർഡായി, ഒരുപാട് തപ്പി നമ്മളിതേ നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ പോകാൻ നേരത്താണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, ആ കൗണ്ടറിൽ ബില്ല് എമൗണ്ട് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് മെഹന്തിയും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ബാംഗിൾസൊക്കെ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് കളക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കല്യാണിൽ അങ്ങനെ ഒരു ഓഫർ നടക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മാത്രമല്ല, ഇഷ്ടപ്പെട്ട ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ബാംഗിൾസും അതുപോലെ തന്നെ നല്ല അടിപൊളി ഡിസൈനിൽ മൈലാഞ്ചിയൊക്കെ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഇട്ട് തരും കേട്ടോ. അപ്പോൾ ഫ്രീ ആയിട്ട് ഇട്ട് തരുകയാണെങ്കിലും ഭയങ്കര പെർഫെക്ഷൻ ആയിട്ടാണ് അവർ ഇട്ട് തരുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ ഒരുപാട് ടൈമൊന്നും എടുക്കുന്നില്ല, ഭയങ്കര സ്പീഡിലാണ് അവർ ഇട്ട് തരുന്നത് കേട്ടോ. പേഴ്സണലി ഞാനിങ്ങനെ കുറേ നാളായി വിചാരിക്കണം മൈലാഞ്ചിയൊക്കെ ഇടണം എന്നൊക്കെ വിചാരിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു നിയർലി ഒരു വർഷമൊക്കെ ആയി ഞാൻ മൈലാഞ്ചിയൊക്കെ കയ്യിലിട്ടിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതായിരുന്നു നമ്മുടെ മൈലാഞ്ചിയൊക്കെ ഇട്ട് തന്ന ടീം. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞു. അങ്ങനെ അവരെ കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഭയങ്കര ലേറ്റായി. അപ്പോൾ ഞാൻ കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ കുഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ നാച്ചുറൽസിലേക്ക് പോയി. അപ്പോൾ എനിക്കൊരു ഹെയർ സ്പാ അതുപോലെ തന്നെ വാക്സിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പൂങ്കുന്നുള്ള നാച്ചുറൽസിൽ നമ്മൾ എത്തിയിട്ടോ. ആസ് യൂഷ്വൽ എപ്പോഴും ഞാൻ ലേറ്റായിട്ട് പോകുന്നത് കൊണ്ട് സ്വപ്ന എൻ്റെ അടുത്ത് ഒന്നും പറയാറില്ല. ആൻഡ് ഷി വാസ് വെയിറ്റിംഗ് ഫോർ മീ. അപ്പോൾ നമ്മുടെ വാക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ ഫേവറേറ്റ് സെഗ്മെൻ്റാണ് ഹെയർ സ്പാ ആണ് കേട്ടോ. അപ്പോൾ സ്വപ്ന തന്നെയാണ് എനിക്ക് ഹെയർ സ്പാ ചെയ്യുന്നത്. അപ്പോൾ ഹെയർ വാഷൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ സ്വപ്നയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മസാജ് അതുപോലെ തന്നെ സ്പാ ട്രീറ്റ്മെൻറ്റ് സെക്ഷനിലേക്ക്. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ ഓരോരോ ഗോഷ്ഠികൾ കടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ ഈ ഒരു ടൈമിൽ തന്നെയാണ് അങ്ങോട്ട് എത്താറ്. അതുകൊണ്ട് പിന്നെ സ്വപ്ന എന്നെ പ്രത്യേകിച്ചൊന്നും പറയാറില്ല. ഓക്കെ, ലൈക്ക് ഞാൻ കോൾ ചെയ്യുമ്പോൾ തന്നെ പറയും ഞാൻ ലേറ്റാണ്, പക്ഷെ കുഴപ്പമില്ലല്ലോ അവിടെ ഉണ്ടാവുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി വന്നോളൂ എന്നാണ് പറയാറ്. അപ്പോൾ എനിക്ക് പേഴ്സണലി നാച്ചുറൽസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളുടെ സ്പായൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ ഹെയർ ഇങ്ങനെ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഹെയർ കട്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പോൾ ബാൻസ് കട്ട് ചെയ്തിട്ടാലോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വപ്ന എൻ്റെ അടുത്ത് പറഞ്ഞു ഓണം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ബാൻസൊക്കെ കട്ട് ചെയ്തിടാം. അങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബാൻസ് കട്ട് ചെയ്യുന്നത് എങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബാൻസ് ഓക്കെ ആണ്, പക്ഷെ നമ്മൾക്കിനിയിപ്പോൾ ട്രഡീഷണൽ ഷൂട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ബാൻസ് കട്ട് ചെയ്തിട്ടാൽ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഓണം കഴിഞ്ഞിട്ട് നമുക്ക് ബാൻസ് കട്ട് ചെയ്തിടാം എന്ന് ഞങ്ങളങ്ങനെ ഫൈനലൈസ് ചെയ്തു. ആൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയെങ്കിലും അടുത്ത തവണ വരുമ്പോൾ കുറച്ച് നേരത്തെ വരാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞു. അവരുടെ അടുത്ത് ഓരോ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ നാച്ചുറൽസ് വിടുകയാണ്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ വന്ന് കയറിയ അപ്പം തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുളിച്ചിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ ഹായ് എവരിവൺ. അപ്പോൾ നമുക്ക് ഇനി കിടന്നുറങ്ങിയിട്ട് നാളെ നമുക്കൊരു അടിപൊളി ദിവസം ആക്കണമല്ലോ. അപ്പോൾ നാളെ വീണ്ടും പുതിയ വ്ളോഗായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ, ടാറ്റ, ഗുഡ് നൈറ്റ്. അപ്പോൾ ഒരു അടിപൊളി ദിവസമായിട്ട് നാളെ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി 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 ഗുഡ് നൈറ്റ്. അപ്പോൾ ടാറ്റ.